കൂട്ടക്കൊലപാതക ആരോപണമുയർന്ന കർണാടക ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുകയാണ്. നേത്രാവതി നദിക്ക് സമീപം റോഡരികിലാണ് പ്രത്യേകാന്വേഷണ സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രകാരം 12 ഇടങ്ങളിലാണ് പരിശോധന. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇന്നലത്തെ പരിശോധനയിലൊന്നും കണ്ടെത്തിയിരുന്നില്ല. കൂടുതൽ ആഴത്തിൽ കുഴിച്ചുള്ള പരിശോധനയിലേക്കാണോ ഇപ്പോൾ കടന്നിരിക്കുന്നത്? ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലേക്ക് എത്തി. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് കാണുന്ന ഈ സ്ഥലമാണ് ധർമ്മസ്ഥലയിലെ സ്നാനഘട്ട്. ഈ സ്നാനഘട്ടിന് സമീപത്തുള്ള വനമേഖലയിൽ ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2018 പ്രളയം ഉണ്ടായ സ്ഥലമാണ്. ആ ഭാഗത്തെ മണ്ണൊക്കെ തന്നെ ഒലിച്ചു പോയതുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഒഴുകിപ്പോയിരിക്കാം എന്ന് ഈ അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഇന്നലെ JCB അടക്കം എത്തിച്ച് വലിയ പരിശോധന നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ 13ാമത്തെ ഇടമാണ് ഞങ്ങൾ നിൽക്കുന്ന ഈ തൊട്ടടുത്ത സ്ഥലം. ഈ പ്രദേശത്തൊക്കെ തന്നെ കണ്ടാലറിയാം, വലിയ കയറ് വലിച്ചു കെട്ടി 13 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റിന് താഴെയായിട്ടാണ് ഒരു മൃതദേഹം ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം. ഈ മേഖലയിൽ അടക്കം ഇന്ന് തിരച്ചിൽ നടത്തുവാനായി കൂടുതൽ സംഘങ്ങൾ എത്തുന്നുണ്ട്. ഇന്നലെ 12ലധികം തൊഴിലാളികളെത്തി ഒരിടത്തിൽ മാത്രമായിരുന്നു പരിശോധന. പക്ഷേ ഇന്ന് കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചും ഒപ്പം JCBയും എത്തിച്ചാണ് ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ നേത്രാവതി പുഴയ്ക്ക് അരികിലുള്ള ഭാഗത്തേക്ക് തിരച്ചിൽ സംഘം പോയിട്ടുണ്ട്. ആ മേഖലയിലേക്ക് നമുക്ക് പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. ഏതായാലും ഈ 13 ഇടങ്ങൾ നേരത്തെ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത 13 ഇടങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരിടം ഈ പ്രധാന റോഡിന് ചേർന്നുള്ള സ്ഥലമാണ്. ഇവിടെ 2 പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഇടങ്ങളിലും 2 പോലീസുകാർ വീതം വിന്യസിച്ചാണ് ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. അതോടൊപ്പം വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1985 മുതൽ ശുചീകരണ തൊഴിലാളിയായി ഇയാൾ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ 100ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയ 13ാമത്തെ ഇടമാണ്. ഏകദേശം ഇത്രത്തോളം, അതായത് ഒരു 30 മീറ്ററോളം തന്നെ ഒരു ഭാഗത്ത് നീളമുണ്ട്. അത്തരത്തിൽ വലിയ ഒരു വിസ്തീർണമുള്ള ഒരു ഭാഗമാണ്. അത്രത്തോളം ആഴത്തിൽ കുഴിക്കുന്നൊരു വലിയൊരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ എത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഈ മേഖലയിലൊക്കെ തന്നെ JCB ഉപയോഗിച്ച് കുഴിച്ചു. അതും ഇവിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിശോധിക്കാനായി അവർ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം. നിലവിൽ ആ മേഖലയിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് തിരച്ചിൽ നടത്തി എന്തെങ്കിലും, അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ ശുചീകരണ തൊഴിലാളി പറയുന്ന കൂടുതൽ ഇടങ്ങളിലേക്ക് കുഴിക്കേണ്ടി വരും. ദീപക്, 13 ഇടത്താണ് ഇന്നിപ്പോൾ പരിശോധന നടക്കാൻ ഇരിക്കുന്നത്. SIT കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് ധർമ്മസ്ഥലയിൽ കടക്കുകയാണ്.